ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഏരീസ് പ്ലക്സിൽ മാർക്കോ മൂവി കാണാനാണ് വന്നിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ്റെ അറിയാമല്ലോ, മലയാളത്തിൽ തന്നെ ഏറ്റവും വയലൻസ് മൂവി എന്നറിയപ്പെടുന്ന മാർക്കോ മൂവി കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് ഉച്ചയ്ക്കത്തെ ഷോയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, സെക്കൻഡ് ഡേ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് രാവിലത്തെ ഷോ ടിക്കറ്റ് കിട്ടിയില്ല. നമുക്ക് രാവിലത്തെ ഷോ ആദ്യം നോക്കി ബുക്കിംഗ് ഓപ്പൺ ആയില്ല. ആദ്യം 12:30 ഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതിൽ കയറി ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് സീറ്റിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മാക്സിമം നമ്മൾ ബാക്ക് സീറ്റിലാണ് നോക്കി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഏരീസിൻ്റെ അവിടെ അകത്തെത്തിയിട്ട് ഇനി മൂവിയും കൂടെ കണ്ടിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ നമ്മൾ ഏരീസിൻ്റെ മുമ്പിൽ ബൈക്ക് നമ്മൾ 2 വീലറിലാണ് വന്നത്. അപ്പോൾ 2 വീലർ പാർക്ക് ചെയ്യാനുള്ളൊരു പുതിയ സ്ഥലം നമുക്ക് ഇവർ ഏരീസുകാർ തുറന്നിട്ടുണ്ട്. അത് നമ്മുടെ കുറച്ച് മുമ്പിലോട്ട് പോയിട്ട് ലെഫ്റ്റിലോട്ട്, അത് മാക്സിമം കുറച്ചും കൂടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളിനി അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നോക്കി ഇനി നേരെ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറാം. ഇതാണ് പുതിയ പാർക്കിംഗ് വരുന്നത്. പുതിയതാണെന്ന് പറഞ്ഞുകൂടാ, ഇന്ന് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിൻ്റെ ഏരീസിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നികുഞ്ചമിൻ്റെ ഒരു ബിൽഡേഴ്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. അതിൻ്റെ താഴെയാണ് ഇതിൻ്റെ പാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. 2 വീലേഴ്സ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ പുതിയൊരു പാർക്കിംഗ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു ഒരു സൗകര്യം കൂടെ ഉണ്ട്. പറഞ്ഞില്ല, ഈ ഒരു സ്ഥലത്താണ് നമുക്ക് പാർക്കിംഗ് വരുന്നത്, ഇതിൻ്റെ താഴെ. ഇത് ഏത് സ്ക്രീനിൻ്റെ ആണെന്ന് പറഞ്ഞുകൂടാ, ഓരോ ദിവസം ഓരോ സ്ക്രീനിൻ്റെ പാർക്കിംഗ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ അകത്ത് വരട്ടെ, ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഈ ഷോയ്ക്ക് നല്ല ആളുണ്ട്. നമ്മുടെ ഫ്രണ്ട് സീറ്റ് വരെ ബുക്കിംഗ് ആണ് ഈ ഓഡി 1-ൽ. അപ്പോൾ അതാണ് ടിക്കറ്റ് വരുന്നത്. നമുക്ക് ഇനി തിയേറ്ററിൻ്റെ അകത്ത് കയറാം. ഫുൾ ബുക്കിംഗ് ആണ്, ഹൗസ് ഫുൾ എന്ന് പറയാം. അത്രയും ഫ്രണ്ട് സീറ്റ് വരെ ആൾക്കാർ ഈ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരുന്ന് തലവേദനയുടെ തൂപ്പാട് വരും, കഴുത്തുകൂടി. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു വയലൻസ് മൂവിയും കൂടെയാണല്ലോ, അപ്പോൾ പറയണ്ടല്ലോ ഫ്രണ്ട് സീറ്റിലിരുന്നുള്ള അവസ്ഥ. ഞാൻ എൻ്റെ മിക്ക വീഡിയോയിൽ ഇപ്പോൾ ഏരീസിൻ്റെ റിവ്യൂ ഇടുന്നത്, ഞാൻ ഇവിടുത്തെ കാരണം ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഏരീസ് എന്നേ പറയൂ, തിരുവനന്തപുരത്ത്. അതുകൊണ്ട് തന്നെ മിക്കതും ഏരീസിൽ തന്നെ കാണാൻ വരുന്നത്. ഓഡി 1 വരുന്നത് 3rd ഫ്ലോറിലാണ്. ഈ മാർക്കോ മൂവിയെ പറ്റി പറയാനാണെങ്കിൽ എന്ത് പറയാം, മോസ്റ്റ് വയലൻറ്റ് മൂവിയാണ്. അറിയാമല്ലോ തന്നെ, നമുക്ക് ട്രെയിലറിൽ തന്നെ ഇത് സർട്ടിഫിക്കറ്റ് മൂവിയാണ്. അപ്പോൾ 18+ മേലുള്ളവർ മാത്രമേ ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ എന്നാണ് ഇതിനകത്ത് റൂൾസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലതിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇവിടെ ഏജ് പ്രൂഫൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ആളുണ്ട് കേട്ടോ. ഞാൻ അത്രയും എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ മൂവിക്ക്. അപ്പം ഞാൻ കുളമാവില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കണ്ടവരല്ല ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. അത്രയും കിടില, ജോൺ വിക്ക് പോലെ കിടുക്ക മൂവി എന്നാണ് പറയാതിരിക്കാൻ. മലയാളത്തിൽ തന്നെ കിടില മൂവി എന്നാണ് എൻ്റെ വേറെ ഫ്രണ്ട്സൊക്കെ കണ്ടിരുന്നു. അവർ പറഞ്ഞ് സത്യം പറയല്ല, കിടുക്ക മൂവി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ കൂടെ കണ്ടിട്ട് പറയാം. ഇപ്പം നേരത്തെ വന്നുകൊണ്ട് എൻ്റെ അകത്ത് ക്ലീനിങ് നടക്കുക. അപ്പോൾ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്കിത് എത്ര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്. ഇപ്പം നേരത്തെ വന്നുകൊണ്ടാണ് അത്രയും ആൾക്കാരില്ല. അതിന് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ മൊത്തം നിന്ന് തിരിയാൻ കാണില്ല, അത്രയും തിരക്കായിരിക്കും. ഷോർട്ട് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം ആയപ്പോഴത്തേക്ക് കണ്ട് ഇവിടെ മൊത്തം തിരക്കായി. അപ്പോൾ നമ്മളിവിടെ ഒരു സീറ്റ് കിട്ടി, രണ്ട് സീറ്റ് എങ്ങനെയോ കിട്ടി. അപ്പോൾ നമ്മളിത് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ടൈം ആകുമ്പോൾ 12:15 ഷോ. അപ്പോൾ ഇപ്പോൾ കയറുക. ഇപ്പോൾ ടൈം 12:10. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ കയറ്റുമായിരിക്കാം. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ, എക്സിക്യൂട്ടീവ് തന്നെ ഇത്രയും തിരക്കുണ്ട്. ഗോൾഡിൽ ഫുൾ ഫില്ലായി. എക്സിക്യൂട്ടീവിൽ ഫ്രണ്ട് റോ വരെ, അതായത് ഏറ്റവും ഫ്രണ്ട് റോ വരെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും ആൾക്കാർക്ക് എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്ന ഒരു മൂവി തന്നെയാണിത്. പിന്നെ തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കി ഇൻ്റർവെല്ലാകുമ്പോഴൊക്കെ പറയാൻ ഞാൻ മാക്സിമം എല്ലാവരും ഏരീസ് പ്ലസിൽ തന്നെ വന്ന് കാണാം. അത് ഓടി 1 ഇരുന്ന് തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കുക. അത്ര ഞാൻ പറഞ്ഞുള്ളൂ. കാരണം അത് ഒരു എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. മാക്സിമം ഒരാഴ്ചത്തുള്ളിൽ തന്നെ സിനിമ കാണാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്രയും വയലൻസ് ഉണ്ടെന്ന് ചിലപ്പോൾ സെൻസർ ബോർഡൊക്കെ ഇത് സീൻ കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ബാക്ക് സീറ്റിൽ തന്നെ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ പുഷ്പ 2 കണ്ടില്ലേ, ആ ഒരു സീറ്റ് തന്നെ, അതിൻ്റെയും കുറച്ച് 2 സീറ്റ് ബാക്കിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, ഐ സെക്ഷൻ. ഇന്ന് ഞാൻ വീണ്ടും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെയാണ് വന്നിരിക്കുന്നത് ഈ സിനിമ കാണാൻ. ഇന്ന് മിക്ക സിനിമകളിലും ഞാൻ എൻ്റെ ഈ കൂട്ടുകാരനോടാണ് വരാറുള്ളത്. എക്സിക്യൂട്ടീവ് ബുക്ക് ചെയ്ത ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഗോൾഡ് സെക്ഷൻ കിട്ടിയില്ല, അത്ര ഫില്ലായിപ്പോയി. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് സീറ്റ് ബുക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ മാക്സിമം ബാക്കിലോട്ടേ ബുക്ക് ചെയ്യുള്ളായിരുന്നുള്ളൂ. കാരണം അത് ദൂരെ നിന്ന് കാണുമ്പോൾ ഉള്ളതിൻ്റെ ഒരു ഇത് വേറെ ലെവൽ തന്നെ. അടുത്തിരുന്ന് കാണുമ്പോഴും കൊള്ളാം, പക്ഷേ മാക്സിമം കുറച്ചും കൂടെ ബാക്കിൽ കിട്ടിയിരുന്നെങ്കിൽ ക്ലിയറായിട്ട് കുറച്ചും കൂടെ കാണാമായിരുന്നു. ഞാൻ വീണ്ടും പറയുന്ന ഏരീസ് പ്ലക്സിലെ ഈ ഓഡി 1-ലെ എക്സിക്യൂട്ടീവ് സീറ്റിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഒരു കംഫോർട്ടും വേറെ ലെവൽ തന്നെ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ പരസ്യമൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഏരീസിൽ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്രീനുള്ളത് ഏരീസ് പ്ലക്സിന് തന്നെയാണ്. അതിപ്പോൾ രേവതി സിനിമാക്സ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അതില്ലായിരുന്നെങ്കിൽ ഇതായിരിക്കും നമ്പർ 1, പറയാതിരിക്കാൻ വയ്യ. ഏറ്റവും വലിയ സ്ക്രീൻ
ഇപ്പം അത് വന്നുകൊണ്ട് എത്രാമത്തെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രീൻ തന്നെ കേരളത്തിൽ. ഗൈസ് പടം ഇൻ്റർവെല്ലേ ഗൈസ് കിട്ടിലും പടം പറയണ പോലെ തന്നെ കിട്ടുക്കം പടം പറയായിരിക്കും പക്ക കട്ട വയലൻസ് തന്നെ. ഇൻ്റർവെല് വരെ നമുക്കൊരു എന്താ പറയുക ഒരു റിവെഞ്ചായിട്ടുള്ളൊരു കഥയാണ്. പക്ഷേ കഥ വൈസ് നോക്കുമ്പോൾ കുറച്ച് ഇതാണെങ്കിൽ ഡിസപ്പോയിൻറ്റിങ് അല്ല, കഥ വൈസ് നോക്കുമ്പോൾ കുറച്ച് ഇതാണെങ്കിലും പക്ഷേ വയലൻസ് എൻ്റെ അമ്മോ പറയായിരിക്കാൻ വയ്യ. മലയാള സിനിമയിൽ ഇങ്ങനെ ഇനി വയലൻസ് സിനിമ ഇറങ്ങാനും പോകണില്ലേ. അതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ത് പറയുക മാർക്കോയ്ക്ക് തന്നെ പറയായിരിക്കാൻ വയ്യ. കിട്ടില്ല ഓഫ് എന്ത് പറയാം. ഞാൻ പറഞ്ഞില്ല ഇത്രയും ആൾക്കാരുണ്ട്. ഓഫ് ഓരോ ഉണ്ണിമുകുന്ദൻ്റെ ഫാൻസൊക്കെ സത്യം പറയില്ല, ഉണ്ണിമുകുന്ദൻ്റെ ഫാൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. എല്ലാവരും വിസിലടിയും എല്ലാമായിരുന്നു. ഉണ്ണിമുകുന്ദൻ്റെ ഇൻട്രോ കിട്ടില്ലായിരുന്നു പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ വയലൻസ് കിട്ടില്ല വയലൻസ് പറയാതിരിക്കാൻ വയ്യ. ഓരോ സിനിമയിൽ കണ്ണ് പൊത്തിപ്പോൾ അത്രയും പറയാതിരിക്കാൻ വയ്യ. നമ്മൾ നമ്മളിങ്ങനെ കൊല്ലുന്നതെന്നൊക്കെ വിചാരിച്ചു ഓരോ സീൻ കാണുമ്പോൾ. അതുപോലെ തന്നെ ജഗദീഷും സിദ്ദിഖുമൊക്കെ എന്താ പറയുക കട്ടയ്ക്ക് നിൽക്കുക. ജഗദീഷിൻ്റെ റോളെന്ന് പറഞ്ഞാൽ ദൈവമേ പറയാതിരിക്കാൻ വയ്യ. ജഗദീഷ് ഇങ്ങനെയും നമ്മൾ റോളുകൾ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചു. ഇത് കാണുമ്പോൾ അത്ര എന്താ പറയുക വയലൻസ് തന്നെ പറയാതിരിക്കാൻ വയ്യ. ഫുള്ളി വയലൻസ് തന്നെ. ഫസ്റ്റ് ഹാഫ് എനിക്ക് കിഡിലോട്ട് ഇഷ്ടപ്പെട്ടു പറയാതിരിക്കാൻ വയ്യ. 10 കൊടുക്കുക അത്രയും ഗംഭീരം എന്ന് തന്നെ പറയാം. ഇനി എന്ത് പറയാം ഇൻ്റർവെല്ലും കൂടെ കഴിഞ്ഞിട്ട് ബാക്കി ഇൻ്റർവെല്ലിൽ സെക്കൻഡ് ഹാഫ് കൂടെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറയാതിരിക്കാൻ വയ്യ. ഗംഭീര പടം കിട്ടിക്കം വയലൻസും എല്ലാം എന്തുകൊണ്ടും എന്താ പറയുക വയലൻസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ മാക്സിമം ഇത് കാണാതെ നോക്കുക. കാരണം അത്രയും ഉണ്ട് വയലൻസ്. അങ്ങനെ കഴിച്ച പടം കഴിഞ്ഞിരിക്കുകയാണ്. ദൈവമേ പറയാതിരിക്കാൻ വയ്യ. സെക്കൻഡ് ഹാഫും കിടിലും ഫസ്റ്റ് ഹാഫ് കിടില്ല, സെക്കൻഡ് ഹാഫ് അതിലും ഗംഭീരം പറയാതിരിക്കാൻ വയ്യ. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നി കുറച്ച് വയലൻസേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലാണ് പറയാതിരിക്കുക. ദൈവമേ നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഓരോ സീൻ കാണുമ്പോൾ ഇങ്ങനെ കണ്ണ് പൊത്തിപ്പോവും. അത്രയും പറയാതിരിക്കാൻ വയ്യ. അത്രയും എന്താ പറയുക വയലൻസ് കൊണ്ടങ്ങ് ചോരയുടെ കളിയാണ്. മറ്റേ സലാറും KGF ഒക്കെ മാറി നിൽക്കുക. ആ ഒരു ടൈപ്പ് മൂവിയാണ് പറയാതിരിക്കാൻ വയ്യ. കിട്ടില്ല. പിന്നെ എനിക്കിനകത്ത് ആകെ ഇഷ്ടപ്പെടാത്ത ലാസ്റ്റ് ക്ലൈമാക്സിലൊരു ടേലൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചാൽ അത് കുറച്ചും കൂടെ മാറ്റി മറ്റേ മിക്കായൽ സിനിമയിലെ നിവിൻ പോളിയുടെ ക്യാരക്ടറും കൂടെ കൊണ്ടുവന്നിരുന്നു ഈ കൊള്ളായിരുന്നു. ഇതൊരുമാതിരി വേറെ ഒരു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. ഈ അവസാനം ക്ലൈമാക്സ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇങ്ങനെയായി പോയല്ലോ. പക്ഷേ ക്ലൈമാക്സ് മാറ്റി വെച്ച മൂവി പറയാതിരിക്കാൻ വയ്യ. കിട്ടില്ല മൂവി. അതുപോലെ തന്നെ വയലൻസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ മാക്സിമം ഈ സിനിമ കാണാതെ ഇരിക്കുക. കാരണം അവർക്ക് ഈ സിനിമ കൊണ്ട് പറ്റൂല കാണാൻ. ഒരു മണിക്കൂറിന് തികച്ചിരുന്ന് കാണാൻ പറ്റില്ല, അത്ര വയലൻസാണ്. പക്ഷേ വയലൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെടും. കഥ വയസ്സ് നോക്കുമ്പോൾ ഗംഭീരം എന്ന് തന്നെ പറയാം. മലയാളികൾക്ക് അഭിമാനമാണ് ഇങ്ങനൊരു വയലൻസ് സിനിമ മലയാളത്തിന് ഉണ്ടെന്ന് തന്നെ പറയാം. ഇങ്ങനത്തെ സിനിമ ഇറങ്ങാനും പോകണില്ല. ഇത്രയും ആൾക്കാരുണ്ട്. ഞാൻ ഇത് ക്ലൈമാക്സിലെ ടേലൻ്റ് പോർഷൻ റിയാക്ഷൻ എടുക്കാൻ നോക്കിയത്. പക്ഷേ വിചാരിച്ച പോലെ ടേലൻ്റ് ഒരു ഗുമ്മ് കിട്ടിയില്ല. സെക്കൻഡ് ഹാഫിലാണ് സെക്കൻഡ് ഹാഫിലാണ് മൊത്തം ഈ വയലൻസിൻ്റെ കളി ഇരിക്കുന്നത്. ഫസ്റ്റ് ഹാഫൊക്കെ വേണമെങ്കിൽ ട്രെയിലർ എന്ന് പറയാം. സെക്കൻഡ് ഹാഫിൽ എൻ്റെ അമ്മോ ഒരു ലാസ്റ്റ് ഒരു 1.25 മണിക്കൂർ നമ്മളെന്നെ വിചാരിക്കും അയ്യോ എന്താ ഇങ്ങനെ കാണിക്കുന്നത്. അത്ര വയലൻസ് കിട്ടില്ല പടം. ഗംഭീരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് 18+ മൂവിയും കൂടെയാണ്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കൊന്നും ഇത് കാണാൻ പറ്റില്ല. പിള്ളേർക്ക് ഇത് കാണിക്കുകയേ ചെയ്യില്ല. അത്ര അവർക്ക് പിള്ളേർക്കൊന്നും ദഹിക്കില്ല. വലിയ ആൾക്കാർക്ക് കുഴപ്പമില്ല. വലിയ ആൾക്കാർക്ക് ഇത് മിക്കവാറും ഇഷ്ടപ്പെടും. കൊച്ചു പിള്ളേരും കൊണ്ട് മാക്സിമം ഇത് കാണാൻ വരല്ല. ഫാമിലിയായിട്ട് ഇത് മാക്സിമം കാണാൻ വരല്ലെന്ന് ഞാൻ പറയുള്ളൂ. ഫ്രണ്ട്സായിട്ടൊക്കെ ഉണ്ടെങ്കിലേ കാണാൻ വരാവുള്ളൂ ഈ സിനിമ. മാക്സിമം നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാം. അതിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഇത് OTT വരുമ്പോൾ മിക്ക സീനും സെൻസർ ബോർഡ് ബ്ലർ ചെയ്ത് കളയും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഞാൻ പറ്റുമെങ്കിൽ ബറോസും കൂടെ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയാം. ഇത് മിക്കവാറും ഈ മൂവിക്ക് ഇത്രയും ഹൈപ്പ് വന്നതോടെ ബറോസിൻ്റെ കാര്യത്തിൽ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബറോസ് നല്ലതാണെങ്കിൽ ഹിറ്റാവും, അല്ലെങ്കിൽ ഇനി നമുക്കിനി 25-ാം തീയതി കാണാം. ക്രിസ്മസിൻ്റെ അന്ന് ബറോസ് ആയിട്ടും കാണാം. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. See you on the next video.